അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ ദുഹയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ദുഹയിലെ 5 ആയത്തുകളുടെ അർത്ഥവും ആശയവും നാം മനസ്സിലാക്കി. വഹി നിലച്ചു പോയപ്പോൾ അസ്വസ്ഥനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ആശ്വസിപ്പിക്കുകയായിരുന്നു. അവസാനമായിട്ട് 4-5 ആയത്തുകളിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ 2 ഓഫർ കൊടുത്തു, അല്ലേ? എന്തൊക്കെയായിരുന്നു ഓഫർ? ഒന്നാമത്തേത്, ഈ ആദ്യ നാളുകളിലെ അനുഭവങ്ങളെക്കാളും താങ്കൾക്ക് നല്ല അനുഭവങ്ങൾ അവസാന നാളുകളിൽ വരാൻ പോകുന്നുണ്ട് എന്നതായിരുന്നു. രണ്ടാമത്തെ ഓഫർ എന്താണ്? താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും, അപ്പോൾ താങ്കൾ സംതൃപ്തനാകും എന്നതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഭാവിയിൽ വരാൻ പോകുന്ന പ്രതീക്ഷ നൽകുന്ന സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില വാഗ്ദാനങ്ങളാണിത്, അല്ലേ? അപ്പം ഇങ്ങനെ ഒരാൾ വാഗ്ദാനം ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, പറയുന്നൊക്കെ നടക്കുമെന്ന്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ 3 അനുഭവങ്ങൾ എടുത്തു പറയാൻ പോവാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 40-ാമത്തെ വയസ്സിലല്ലേ നുബുവത്ത് കിട്ടിയത് ആണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു 45 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതാം. അപ്പം കഴിഞ്ഞ ജീവിതത്തിലെ 3 കാര്യങ്ങൾ എണ്ണി പറയാൻ പോവാണ്. 6, 7, 8 ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം യജിദ്ക യതീമൻ ഫആവ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. 3 ഘട്ടങ്ങൾ എടുത്തു പറയാണ് അല്ലാഹു. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? അലം യജിദ്ക യതീമൻ ഫആവ. ആ ചോദ്യമാണ്, അല്ലേ? ആ ചോദ്യമാണ്. അങ്ങനെ തുടങ്ങുന്നൊരു സൂറ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ റഅയ്ത. അപ്പോൾ ആണോ എന്നുള്ള ചോദ്യമാണ്. അലം, ഇല്ലയോ എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു സൂറ പഠിച്ചു, അലം തറ കൈഫ, അല്ലേ? അലം, ഇല്ലയോ. യജിദ്ക, വജദ യജിദു, കണ്ടെത്തി എന്നാണ് അർത്ഥം. കണ്ടു എന്നല്ല. കണ്ടു എന്ന് പറയാൻ റഅ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ കണ്ടു, അങ്ങനെ കാണാം. പക്ഷെ വജദ എന്ന് പറയുമ്പോൾ ശരിക്കും അത് അന്വേഷിച്ച് കണ്ടെത്തലാണ്. അന്വേഷിച്ച് കണ്ടെത്തലാണ്. അലം യജിദ്, കണ്ടെത്തിയില്ലേ, ക നിന്നെ. അലം യജിദ് ക, നിന്നെ കണ്ടെത്തിയില്ലേ. അലം യജിദ് ക യതീമൻ, നിന്നെ അവൻ അനാഥനായിട്ട് കണ്ടെത്തിയില്ലേ. ഫ, അപ്പോൾ, അങ്ങനെ. ആവാ, അവൻ അഭയം നൽകുകയും ചെയ്തില്ലേ. അല്ലാഹു ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലം യജിദ്ക യതീമൻ ഫആവ. ഇതിൽ അലം നമുക്കറിയാം, യജിദ് എന്ന വാക്കേ അറിയാത്തുള്ളൂ. ക അറിയാം, നീയാണ്. യതീം നമ്മൾ പഠിച്ചതല്ലേ സൂറ അൽ മാഊനിലെ ഫദാലിക്കല്ലദി യദുഉൽ യതീം പഠിച്ചാണ്, അനാഥൻ, അല്ലേ? ആവാ, ഉവി എന്ന് പറഞ്ഞാൽ അഭയം നൽകി, അണച്ച് ചേർത്ത് പിടിച്ചു എന്നുള്ള അർത്ഥമാണ്. അലം യജിദ്ക യതീമൻ ഫആവ, നിന്നെ അവൻ അനാഥനായി കണ്ടു, അപ്പോൾ അവൻ അഭയം നൽകി. വല്ലാത്തൊരു വൈകാരികമായ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രയോഗമാണിത്. ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ തന്നെ യതീമാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ആമിന ബീവിയുടെ വയറിലായിരിക്കെ
6 മാസം തികയുമ്പോഴാണ് വാപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു പോകുന്നത്. അപ്പം ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ല. ആലോചിച്ച് നോക്ക്, സങ്കടമാവുന്നില്ലേ? അനാഥനായിട്ടാണ് ജനിച്ചത്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ 6 വയസ്സാകുമ്പോൾ ഉമ്മയും അള്ളാഹുവിലേക്ക് യാത്രയായി. പിന്നെ ആരാണ്? ആരുമില്ല. പിന്നെ എങ്ങനെയായിരിക്കും വളർന്നത് അല്ലേ? കുട്ടിക്കാലത്ത് ഹലീമ ബീവി കൊണ്ടുപോയിട്ട് വളർത്തുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്. പിന്നെയോ പിന്നീട് ഉമ്മയും മരണപ്പെട്ടപ്പോൾ വല്ലിപ്പയിലെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബ് എന്നവര് ആണ് സംരക്ഷിക്കുന്നത്. അവർ വഫാത്തായപ്പോൾ, മരണപ്പെട്ടു പോയപ്പോൾ പിന്നെ മൂത്താപ്പയായ അബൂ താലിബിൻ്റെ സംരക്ഷണയിലായിരുന്നു അല്ലേ? പ്രവാചകത്വം ലഭിച്ച് പിന്നെയും കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു 9 വർഷം പിന്നെയും അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായിട്ടാണ് ജനിച്ചത്. അതേ സമയത്ത് നബിയെ സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അല്ലേ? നമ്മുടെ കൂട്ടത്തിലും പലരും ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ടാവും അല്ലേ? ചിലപ്പോൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് വാപ്പ മരിച്ചുപോയി, ജനിക്കുമ്പോൾ തന്നെ ഉമ്മ മരണപ്പെട്ടു പോയി, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എന്താ പടച്ചോനെ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഓരോ ഘട്ടത്തിലും അള്ളാഹു തആല നമ്മെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? വാപ്പയില്ലെങ്കിൽ മൂത്താപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എളാപ്പ ഉണ്ടാവും. ഉമ്മയില്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ മൂത്തുമ്മ ഉണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും ഏതൊക്കെയോ കൈകളിലൂടെ അള്ളാഹു തആല നമ്മെ സംരക്ഷിക്കുന്നുണ്ടാവും. അള്ളാഹു പറഞ്ഞ അതാണ്, അന്ന് താങ്കൾ വെറൊരു കുഞ്ഞായിരുന്നു, നിസ്സഹായനായിരുന്നു. പക്ഷെ അള്ളാഹു തആല താങ്കൾ അറിയാത്ത വിധത്തിൽ ആവശ്യമായ എല്ലാ സംരക്ഷണവും നൽകിയിരുന്നു. അതുകൊണ്ട് ഈ വാഗ്ദാനം സത്യമാണ് എന്ന് പറയാണ്. അലം യജിദ്ക യതീമൻ ഫആവ. രണ്ടാമത് പറയുന്ന എന്താണ്? വ വജദക ളാല്ലൻ ഫഹദ. അതോടൊപ്പം വജദ അവൻ കണ്ടു, അള്ളാഹു കണ്ടു, താങ്കളെ കണ്ടു. ളാല്ലൻ വഴി അറിയാത്തവനായിട്ട് കണ്ടു. ഫ അപ്പോൾ ഹദ അവൻ വഴി കാണിച്ചു. വ വജദക ളാല്ലൻ ഫഹദ. വജദ നേരത്തെ വന്ന യജിദു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വജദ. വ വജദക നിന്നെ അവൻ കണ്ടു, അഥവാ താങ്കളെ അള്ളാഹു കണ്ടു. ളാല്ലൻ വഴി അറിയാത്തവനായിട്ട്. നമ്മൾ നേരത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ച വാക്കാണത് അല്ലേ? അവിടെ എന്താ നമ്മൾ അർത്ഥം പഠിച്ചത്? വലദ്ദാല്ലീൻ, വഴി പിഴച്ചവരുടേതുമല്ലാത്ത ശരിയായ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് അല്ലേ? വഴി പിഴച്ചവർ എന്നാണ് ളാല്ല് എന്നതിന് നമ്മൾ അർത്ഥം പഠിച്ചത്. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഴി പിഴച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ, പ്രവാചകനാകുന്നത് വരെ ശുദ്ധ പ്രകൃതിയുള്ള ഏറ്റവും നല്ല ജീവിതമാണ് നയിച്ചത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസപരമായിട്ട് ബഹുദൈവത്വത്തിലേക്ക്, ശിർക്കിലേക്ക്, അതല്ലെങ്കിൽ മറ്റ് തിന്മകളിലേക്ക് ഒന്നും പോയിട്ടില്ല. പിന്നെ എന്താണ്, ഏതാണ് ശരിയായ വഴി എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ളാല്ലൻ, വഴി അറിയാത്തവൻ എന്ന ഖുർആൻ ഉപയോഗിച്ചത്. വജദക ളാല്ലൻ, വഴി അറിയാത്തവനായിട്ട് നിന്നെ അവൻ കണ്ടു. ഫ അപ്പോൾ ഹദ അവൻ വഴി കാണിച്ചു. ഹദ എവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെയാണ്. ഇഹ്ദി, നീ വഴി കാണിക്കണമേ എന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഇവിടെ വരുന്നുണ്ട്. വജദക ളാല്ലൻ ഫഹദ, നിന്നെ അവൻ വഴി അറിയാത്തവനായി കണ്ടു, അവൻ വഴി കാണിച്ചു തന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ പ്രകൃതിയിൽ ജീവിച്ചു, പിന്നീട് പ്രവാചകത്വവും ലഭിച്ചു, ഹിദായത്തും ലഭിച്ചു എന്നുള്ളതാണ്. നേരത്തെ സൂറ അലം നഷ്റഹിൽ നമ്മളത് വിശദീകരിച്ചത് ഓർക്കുന്നില്ലേ? വജദക ളാല്ലൻ ഫഹദ. വഴിയറിയാതെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രേരണയാലാണ് ഹിറാ ഗുഹയിൽ എത്തുന്നത്. അള്ളാഹുവാണ് ഹിദായത്ത് നൽകിയത്.
അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തും നൽകി, ജനങ്ങളെ വഴി നടത്താനുള്ള കഴിവും അള്ളാഹു താല ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വവജദക ളാല്ലം ഫഹദ. മൂന്നാമതായിട്ട് പറയാണ് വവജദക ആയിലം ഫഅഗ്ന. വവജദക, അതോടൊപ്പം നിന്നെ അവൻ കണ്ടു, അഥവാ പ്രവാചക താങ്കളെ അള്ളാഹു താല കണ്ടെത്തി. എങ്ങനെ? ആയിൽ. ആയിൽ എന്ന വാക്കിന് ദരിദ്രൻ എന്നർത്ഥം പറയാം. ശരിക്കും ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുക, അങ്ങനെ ഒരു മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആള് എന്ന അർത്ഥത്തിലാണ് ആയിൽ എന്ന് പറയാം. വജദക ആയിലൻ, ദരിദ്രനായിട്ട് നിന്നെ അവൻ കണ്ടു. അപ്പോൾ ഫഅഗ്ന, താങ്കൾക്ക് ധന്യത നൽകി, ഐശ്വര്യം നൽകി. അഗ്ന എന്ന വാക്കും നമ്മൾ പഠിച്ചതാണ്. എവിടെ പഠിച്ചത്? സൂറ അൽ മസദില് മാ അഗ്ന അൻഹു മാലുഹു എന്ന് പഠിച്ചല്ലേ. അവിടെ അഗ്ന എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചെങ്ങനെയായിരുന്നു? പ്രയോജനപ്പെട്ടു എന്ന അർത്ഥത്തിലാണ്. ഒരാൾക്ക് വല്ലതും പ്രയോജനപ്പെടണമെങ്കിൽ അയാളുടെ കയ്യിൽ അത് ഉണ്ടാകണമല്ലോ, അല്ലേ? അതാണ്. അപ്പം ഇവിടെ അഗ്ന ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല ഐശ്വര്യം നൽകി, അല്ലെങ്കിൽ ധന്യത നൽകി എന്നൊക്കെയാണ്. വജദക ആയിലൻ, നിന്നെ അവൻ ദരിദ്രനായി കണ്ടു. ഫഅഗ്ന, അപ്പോൾ ധന്യത അല്ലെങ്കിൽ ഐശ്വര്യം നൽകി എന്നാണ്. എങ്ങനെയായിരിക്കും അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഐശ്വര്യം കൊടുത്തത്? ആ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കെ തന്നെ ആട്ടിടയനായി ആടിനെ മേയ്ക്കാൻ പോയിട്ടുണ്ട്. പിന്നീട് ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുകളായിട്ട് കച്ചവടത്തിന് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചല്ലോ. അവരന്ന് മക്കയിലെ വലിയ ഒരു ബിസിനസ്സുകാരിയാണ്, വലിയ സമ്പന്നയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇസ്ലാമിന് വേണ്ടിയാണ് വിനിയോഗിച്ചത്, അല്ലേ? പിന്നീട് ജീവിതത്തിൽ പല ഘട്ടങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീടുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനന്തര സ്വത്തായിട്ട്, വാപ്പയുടെ അനന്തര സ്വത്തായിട്ട് എന്താ കിട്ടിയത്? ഒരു ഒട്ടകവും ഒരു വേലക്കാരിയുമാണ് കിട്ടിയത്. അതേ കിട്ടിയിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു സാമ്പത്തിക അവസ്ഥ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പല ഘട്ടങ്ങളിലും ഭൗതികമായിട്ട് തന്നെ സാമ്പത്തിക ശേഷി നൽകുന്നുണ്ട്, അല്ലേ? ഹജ്ജത്തുൽ വദായിൽ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി നൽകാൻ വേണ്ടിയിട്ട് 100 ഒട്ടകങ്ങളെ കൊണ്ടുവന്നു എന്നാണ്, അല്ലേ? 100 ഒട്ടകങ്ങളെ കൊണ്ടുവന്നു. അതുപോലെ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായി തന്നെ കയ്യിൽ സമ്പത്ത് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശം അല്ല. പിന്നെന്താണ്? മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. കയ്യിലൊന്നും ഇല്ലെങ്കിലും പുഞ്ചിരിക്കാൻ കഴിയുക, സന്തോഷിക്കാൻ പറ്റുക, അത് സാധിക്കുമോ? പലപ്പോഴും നമുക്കതിന് കഴിയുള്ളല്ലേ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ പുതിയ മൊബൈൽ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനും ടെൻഷനായി, ഓ എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമായി, എനിക്ക് വാങ്ങിത്തരാൻ ആളില്ലല്ലോ എന്നൊക്കെയുള്ള തോന്നൽ വരും, അല്ലേ? പക്ഷെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സ് സ്വസ്ഥമായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതാണ് ശരിക്കും ഗിന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർള്, സമ്പത്തല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഉള്ളതിൽ തൃപ്തി ഉണ്ടാകുക, അത് രസമല്ലേ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നില്ലേ, ഇന്ന് വല്ലതും കഴിച്ചാൽ നാളെ പട്ടിണിയാണ്. അതിൻ്റെ ഒരു കാരണം ഇന്നത്തേത് കഴിഞ്ഞ് മിച്ചമുള്ളത് ദാനം ചെയ്യായിരുന്നു അത്രയും. മാത്രമല്ല അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലൈഫ് സ്റ്റൈലായിട്ട് സ്വീകരിച്ചാണ്. ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒന്നും. ഉണക്ക റൊട്ടിയുണ്ട്, ആ റൊട്ടി കൊണ്ടുപോവാം. കറി എന്താ ഉള്ളത്? ഒന്നുമില്ല. ഉപ്പുണ്ടോ? ആ ഉപ്പുണ്ട്. എങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് കൊണ്ടുപോവാം. അപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉണക്ക റൊട്ടി മുറിച്ചിട്ട്
ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക. ആ സമയത്ത് ആയിഷ ബീവി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റസൂൽ എന്താ ചെയ്തതെന്നറിയോ? ഈ റൊട്ടി ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവി നോക്കിയിട്ട് ഇടം കണ്ണിട്ട് പറയുന്നുണ്ട്, ഉപ്പിന് എന്തൊരു രുചിയാണെന്നറിയോ? ഓ, അപാര ടേസ്റ്റാണ് ഉപ്പിന്. ആലോചിച്ച് നോക്ക്. ശരിക്കും ഒരു സങ്കടമുള്ള ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് ഒരു സന്തോഷമാക്കിയിട്ട് ആ സങ്കടത്തെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കാൻ സാധിക്കാമെന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെയായിരുന്നു ജീവിതം. അതാണ് ശരിക്കും വജദക ആയിലം ഫഅഗ്ന. നിന്നെ അവൻ ദരിദ്രനായി കണ്ടു, പക്ഷേ ധന്യത നൽകി, ഐശ്വര്യം നൽകി, മനസ്സിന് എപ്പോഴും സംതൃപ്തി നൽകി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഒന്ന്, യത്തീമായിരുന്നു, അനാഥനായിട്ടാണ് ജനിച്ചത്, എന്നിട്ട് അഭയം നൽകി. രണ്ടാമത്തേത്, വഴി അറിയാത്തവനായിരുന്നു, വഴി കാണിച്ചു തന്നു. മൂന്നാമത്തേത്, ദരിദ്രനായിരുന്നു, എന്നിട്ട് ധന്യത നൽകി എന്ന് പറയാണ്. അപ്പൊ ഇത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ്. അപ്പൊ അതിനാൽ അള്ളാഹുവാണ് പറയുന്നത്, ഈ വാക്ക് പുലരുമെന്ന് ഉറപ്പുള്ള വാക്കാണ്. റസൂലെ, ധീരമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ, വിജയം താങ്കൾക്കുള്ളതാണ്, ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നു പോകുന്നില്ലേ? വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ പഠിച്ചവൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് വല്ലാത്തൊരു സമാധാനമാണ്. ഇതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ, നിസ്കാരമൊന്നും വേണ്ടാന്നൊക്കെ തീരുമാനിച്ച് എന്തൊക്കെയോ മൊബൈലിൽ ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് മറ്റു പലതിൻ്റെയും പിന്നാലെ പോകും അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാനിടയുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ ചിലപ്പോൾ ചിലർ ഈ ഡ്രഗിന് അഡിക്റ്റ് ആകുന്ന അവസ്ഥയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ ക്യൂ സ്പോട്ട് കാണുന്ന ഒരാളാണ്, അപ്പോൾ അയാൾ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുത്തു, നീ ഇതൊന്ന് കേട്ട് നോക്ക്. അപ്പോൾ അവൻ്റെ മനസ്സിന് വല്ലാത്ത സമാധാനം. അതുകൊണ്ട് ഇങ്ങനെ ആയാൽ പറ്റില്ല, നന്നാവണം എന്നവൻ തീരുമാനിച്ചു. കണ്ടോ, വഴിതെറ്റിയ ആള് നേരായ വഴിയിൽ എങ്ങനെ വന്നത്? അള്ളാഹു വഴി കാണിച്ചാണ്. അള്ളാഹു അതിനുള്ള ഓരോ കോയിൻസിഡൻസ് എന്ന് നമ്മൾ പറയില്ലേ, ഓരോ അവസരങ്ങൾ അള്ളാഹു സൃഷ്ടിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. പഠിക്കുന്ന കാലത്ത് തന്നെ ഉച്ചവരെ ക്ലാസ് പോയി അത് കഴിഞ്ഞിട്ട് ഷോപ്പിലും മറ്റും ജോലിക്ക് പോകുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ചിലപ്പോൾ കുടുംബത്തിൽ പ്രയാസമായിരിക്കും, വാപ്പാക്ക് അസുഖമായിരിക്കും. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ പിന്നീട് ഒരു ഘട്ടത്തിൽ എന്താകും? അൽഹംദുലില്ലാഹ്, അന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പം രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ? നമ്മുടെ ലൈഫിലും കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങൾ തന്നെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തി. അപ്പോഴൊക്കെയും അള്ളാഹു കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന് അള്ളാഹു താല റസൂലുള്ളാഹിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ജീവിതത്തിലെ കഴിഞ്ഞുപോയ നാളുകളിലെ ഓരോ എക്സ്പീരിയൻസ്, ഓരോ അനുഭവങ്ങളും ഓർത്തെടുത്ത് അവനോട് നന്ദിയുള്ളവരാകാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.